കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഒരു വമ്പൻ പ്രസ്താവന നടത്തി. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് ചർച്ചയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ചർച്ചയാക്കാൻ ഭയന്നിട്ടായിരിക്കണം. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നഷ്ടമായ ആ പ്രദേശം ഉടനെ തന്നെ നമ്മൾ വീണ്ടെടുക്കും എന്നുള്ളതാണ്. അതായത് വി വിൽ സൂൺ റിക്ലെയിം വാട്ട് ഹാസ് ബീൻ ലോസ്റ്റ് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാമായിരിക്കും. സ്വാഭാവികമായിട്ടും അത് പാക് അധീന കശ്മീരിനെ കുറിച്ച് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇതിലും നല്ലൊരു സന്ദർഭം പാക് അധീന കശ്മീർ വീണ്ടെടുക്കാൻ ഇല്ല എന്നുള്ളത് അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഹിന്ദു മതത്തിലെ ആദരണീയനായ മുനി കശ്യപിന്റെ പേരിലാണ് കശ്മീരിന് ഈ പേര് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. കശ്മീർ എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരും എന്നും അദ്ദേഹം പറയുന്നു. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അമിത്ഷാ കശ്മീർ എന്ന് ഉദ്ദേശിക്കുന്നത് പാക് അധീന കശ്മീരിനെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കശ്മീരാണ്, അല്ലാതെ അമിത്ഷായ്ക്ക് വേറൊരു കശ്മീർ മനസ്സിലില്ല എന്നുള്ളതാണ്. കശ്മീരിന്റെയും ചരിത്രവും സാംസ്കാരികവുമായ പൈതൃകം പുനരുജ്ജീവിപ്പിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കാം ഇന്ത്യ കശ്മീർ, പാക് അധീന കശ്മീർ അല്ലെങ്കിൽ ആസാദി കശ്മീർ എന്നൊക്കെ പാകിസ്ഥാനികൾ വിളിക്കുന്ന ആ കശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരുടെ മനസ്സിലുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മൈൻഡിലുള്ള, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അവർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ ഡയറക്റ്റായിട്ട് യുദ്ധത്തിൽ ഒന്നും ഇറങ്ങില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരു യുദ്ധത്തിൽ തളച്ചിട്ട് നമ്മുടെ പുരോഗതിയെ ഒരു 15-50 കൊല്ലം പിന്നോട്ടടിക്കണം എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അതിഭീകരമായിരിക്കും. പലപ്പോഴും ബംഗ്ലാദേശിലേക്ക് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്തയൊക്കെ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ പ്രേക്ഷകർ വന്ന് നിരാശ പ്രകടിപ്പിക്കുന്നത് കാണാം. എന്തുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശുമായി യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളത്. യുദ്ധം എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു പ്രക്രിയയാണ്. ആ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ മുക്കിലും മൂലയിലുമുള്ള ജനങ്ങൾ പോലും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. പല അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാകും, മനുഷ്യക്കെടുതികൾ ഉണ്ടാകും. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അത് വളരെ പിന്നോട്ടടിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നമ്മൾ ആ യുദ്ധത്തിൻ്റെ അടുത്ത് ചിലവാക്കേണ്ടി വരും. അതിൽ മുതലെടുക്കാൻ വരുന്ന വേറെ പല രാജ്യങ്ങളും ഉണ്ടാകും. പക്ഷേ നമ്മൾ ഡെവലപ്ഡ് നേഷനായി മാറിക്കഴിഞ്ഞാൽ, അതായത് അമേരിക്ക പോലെയോ മറ്റുള്ളൊരു രാജ്യം പോലെയോ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് യുദ്ധത്തിൻ്റെ ആവശ്യവുമില്ല. നയതന്ത്രത്തിലൂടെ എല്ലാം കൃത്യമായി ഡീൽ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ വിഷയം പോലും പ്രധാനമന്ത്രി പറഞ്ഞത് നയതന്ത്രത്തിലൂടെ പരിഹരിച്ചാൽ എന്താ, നിങ്ങൾ എന്തിനാ യുദ്ധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. മോദിയുടെ ഒരു നയവും അങ്ങനെ തന്നെയാണ്. നരേന്ദ്രമോദി എല്ലാം നയതന്ത്രത്തിലൂടെയാണ് പരിഹരിക്കുന്നത്. അതിന് ഏത് വലിയ വിഷയമായിരുന്നാലും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയിലെ ടെറിട്ടോറിയൽ ഇഷ്യൂ. അദ്ദേഹം നയതന്ത്രത്തിൻ്റെ രീതിയിൽ തന്നെ പരിഹരിച്ചത്. അതിന് കുറച്ച് സമയം വേണം, ക്ഷമ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ എങ്ങനെയായിരിക്കും പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് പ്രോക്സി വാർ. അതായത് പ്രോക്സികളെ കൊണ്ടുള്ള യുദ്ധമാണ് ഇന്ത്യ നടത്താനായി പോകുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ടെഹ്രീകെ താലിബാൻ അടക്കമുള്ളവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഖൈബർ പഖ്തൂൺ മേഖല എല്ലാം അഫ്ഗാനിസ്ഥാൻ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്, താലിബാൻ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. പാക് സൈന്യം കൂട്ടപ്പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. റാവൽപിണ്ടി പ്രദേശത്ത് എല്ലാം അഫ്ഗാൻ സൈന്യം കയറിക്കഴിഞ്ഞു. അഫ്ഗാൻ ഇടനാഴിയുടെ സൈഡിലും ഇപ്പോൾ താലിബാൻ കയറിയിട്ടുണ്ട്. താലിബാൻ ആ ഇടനാഴി മുറിച്ചു കഴിഞ്ഞാൽ പാക് അധീന കശ്മീർ ഒറ്റപ്പെടും എന്നുള്ളതാണ്. പാക് അധീന കശ്മീർ ഒറ്റപ്പെടണമെങ്കിൽ ആ ഖൈബർ ഇടനാഴി മുറിക്കണം. അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പാക് അധീന കശ്മീർ പിടിക്കുക എന്നുള്ളത് പൂ പറിക്കും പോലെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമായി വരും. പലപ്പോഴും 370 റദ്ദാക്കണമെന്നൊക്കെ നമ്മുടെ രാജ്യത്ത് പറയുമ്പോൾ എങ്ങനെയാണ് അത് സാധ്യമാകുക എന്ന് ചോദിച്ച പല ആൾക്കാരുമുണ്ട്. നരേന്ദ്രമോദി അത് പുഷ്പം പോലെ ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ ഇതും പുഷ്പം പോലെ ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പാക് അധീന കശ്മീരിൽ ഒരു ജനം അവിടെ ജീവിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഒരു സ്വതന്ത്ര പാക് അധീന കശ്മീർ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് പാകിസ്ഥാനോട് ചേരേണ്ട എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം അവിടെ നടത്തുകയാണ്. അതിൻ്റെ പിന്നിലും ഇന്ത്യയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല. എന്തായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും പാക് അധീന കശ്മീർ പിടിക്കാൻ പോവുക? അങ്ങനെ ആ ഖൈബർ ഇടനാഴി മുറിക്കപ്പെട്ടാലും ഇന്ത്യ ഉടനെ പാക് അധീന കശ്മീരിൻ്റെ മുഴുവൻ ഭാഗവും പിടിക്കില്ല. മറിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇന്ത്യ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ വ്യാപാരത്തിന് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഇടനാഴി
അങ്ങാടികൾ പലതും തുറക്കാനുള്ള, നമ്മുടെ യാത്രകൾ സുഗമമാക്കാനുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളായിരിക്കും ഇന്ത്യ പാക് അധീന കശ്മീരിൽ നിന്നും പിടിക്കാനായിട്ട് പോകുന്നത്. പാക് അധീന കശ്മീരിൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ഓപ്പറേഷൻ നടക്കാനായി പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പല രാഷ്ട്രീയ നിരീക്ഷകരും നയതന്ത്ര വിദഗ്ധരും എല്ലാം പറയുന്നുണ്ട്. പാക് അധീന കശ്മീർ എന്ന് പറയുന്ന നമ്മുടെ ഭൂമി അത് നമ്മുടെ കൈയകലത്തിലല്ല, വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ISI ചാരന്മാരെ കൊണ്ട് ഇന്ത്യക്കെതിരെ നീക്കം നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ ചെയ്യുന്നത് പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുക എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് പോയി ISI ഭീകരരെ കൊണ്ട് അവിടെ പണി നടത്തുമ്പോൾ പാകിസ്ഥാന്റെ അസ്ഥിവാരം തോണ്ടുക എന്ന് പറയുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പാകിസ്ഥാന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും നമ്മുടെ പാക് അധീന കശ്മീരിനെ കുറിച്ച് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. അമിത്ഷാ അങ്ങനെ വെറും വാക്ക് പറയില്ല. അമിത്ഷായുടെ ഓരോ പ്രസ്താവനകൾ എടുത്തു നോക്കിയാലും അതിനെല്ലാം ഓരോ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.